ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്ട്രോബെറി ചാനലിൻ്റെ ഒരു നല്ല നാടൻ റെസിപ്പിയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു നാടൻ ഡക്ക് റോസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. വലിയ പ്രയാസമൊന്നുമില്ല ചെയ്യാനായിട്ട്. ചോറിനും ചപ്പാത്തിക്കൊക്കെ നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ്. നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. ആദ്യം തന്നെ നമുക്ക് പാൻ എടുത്ത് വെക്കാം. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു നാടൻ റെസിപ്പിയാണ്, അതുകൊണ്ട് ഞാൻ വെളിച്ചെണ്ണ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഒരു 3-4 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർക്കാം. ഇതിലേക്ക് നമ്മൾ ഏറ്റവും ആദ്യം ചേർക്കുന്നത് സവോളയാണ്. ഒരു 3 മീഡിയം സൈസ് സവോള ഹാഫ് സ്ലൈസ് ചെയ്തിട്ട് വളരെ തിന്നായിട്ട് കനം കുറച്ച് അരിഞ്ഞെടുത്തിരിക്കുകയാണ്. സവോള പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടി കുറച്ച് ഒരു ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. സവോള ജസ്റ്റ് ഒന്ന് വഴന്ന് ട്രാൻസ്പെറൻ്റ് ആവുന്ന വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നമ്മൾ ഇതുപോലെ റോസ്റ്റ് പോലത്തെ എന്തെങ്കിലും റെസിപ്പീസ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ സവോള ജസ്റ്റ് ഒന്ന് ഹാഫ് സ്ലൈസ് ചെയ്തിട്ട് വളരെ കനം കുറച്ച് അരിഞ്ഞെടുക്കുകയാണെങ്കിൽ കറിക്ക് നല്ല ടേസ്റ്റും കൂടും, സവോള പെട്ടെന്ന് വഴന്നും വരും. സവോള ഇപ്പോൾ ജസ്റ്റ് ഒന്ന് വഴന്ന് ട്രാൻസ്പെറൻ്റ് ആയിട്ടുണ്ട്. നമുക്കിനി ബാക്കി ഇൻഗ്രീഡിയൻസ് ചേർക്കാം. ഏറ്റവും ആദ്യം ഇഞ്ചി ഞാനിവിടെ പൊടിയായിട്ട് അരിഞ്ഞെടുത്തിരിക്കുകയാണ്. ഒരു 3-4 ടീസ്പൂൺ ഇഞ്ചി ചേർത്ത് കൊടുക്കാം. അടുത്തതായിട്ട് വെളുത്തുള്ളിയാണ്, അതും പൊടിയായിട്ട് അരിഞ്ഞിരിക്കുകയാണ്. 3-4 ടീസ്പൂൺ വെളുത്തുള്ളി. നിങ്ങളുടെ കയ്യിലിപ്പം പേസ്റ്റ് ആണ്, ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ് ആണ് ഉള്ളതെങ്കിൽ അത് ചേർത്താലും മതി കേട്ടോ. ഇനി നമുക്ക് പച്ചമുളക് ചേർക്കാം. ഞാനിവിടെ ഒരു 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്യാം. നമ്മളിവിടെ നല്ലൊരു ഡക്ക് റോസ്റ്റ് ആണ് ചെയ്യുന്നത്. ഞാൻ ഇതിനു മുമ്പും പല റെസിപ്പികളിലും പറഞ്ഞിട്ടുണ്ട്. നമ്മൾ റോസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ചേർത്തിരിക്കുന്ന സവോള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതെല്ലാം നന്നായിട്ട് വഴന്നിട്ട് നമ്മൾ ചേർത്ത സവോളയുടെ ആ ഒരു ക്വാണ്ടിറ്റിയിൽ നിന്ന് നേരെ പകുതി ആവണം. അത്രയും വഴന്ന് വരണം. അതായത് നന്നായിട്ട് സവോള വഴന്ന് നല്ലൊരു ലൈറ്റ് ബ്രൗൺ കളറൊക്കെ ആയിട്ട് ഒരു പേസ്റ്റ് പോലെ ആയി വരണം. അപ്പോഴാണ് നമ്മുടെ റോസ്റ്റിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക. വലിയ പണിയൊന്നും ഇല്ല കേട്ടോ. ജസ്റ്റ് ഫ്ലെയിം ഒന്ന് ചെറുതാക്കി ഇടുക. ഓരോ 5 മിനിറ്റ് കൂടുമ്പോഴും, അതായത് അടുക്കി പിടിക്കാതെ നമ്മൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. കുറച്ച് സമയം കഴിയുമ്പോൾ ഒരു 10 മിനിറ്റിനുള്ളിൽ നമ്മുടെ സവോള നന്നായിട്ട് വഴന്ന് ഇതുപോലെ ആയിട്ടുണ്ടാവും. നമ്മൾ ചേർത്ത സവോളയുടെ നേരെ ഹാഫ് ആയിട്ടുണ്ട്. ഏതാണ്ട് ഒരു ലൈറ്റ് ബ്രൗൺ കളറൊക്കെ ആയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. അടുത്തതായിട്ട് മുളക് പൊടിയാണ്, അത് നമ്മുടെ എരിവിനനുസരിച്ച് ചേർക്കാം. ഞാൻ ഇവിടെ ഒരു 3 ടീസ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടിയാണ് ചേർക്കുന്നത്. അതുകൂടാതെ കറിക്ക് നല്ലൊരു റിച്ച് കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും ചേർക്കുന്നുണ്ട്. എൻ്റെ റെസിപ്പീസ് എല്ലാം പൊതുവെ കുറച്ച് സ്പൈസിയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് കുറച്ച് എരിവ് കുറവ് മതി എന്നുണ്ടെങ്കിൽ 2 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി മാത്രം ചേർത്താൽ മതി. അതല്ലെങ്കിൽ കാശ്മീരി മുളക് പൊടി മാത്രം ചേർക്കുക. കറിക്ക് നല്ലൊരു തിക്നെസ്സും നല്ലൊരു കട്ടിയും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് മല്ലിപ്പൊടി ചേർക്കാം. ഒരു 3 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർക്കാം. ആവശ്യത്തിന് കറിവേപ്പില. ഇവയെല്ലാം കൂടി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. നമ്മളുടെ പൊടികളുടെ എല്ലാം ആ ഒരു റോ ടേസ്റ്റും സ്മെല്ലും ഒക്കെ ഒന്ന് മാറി വരണം. പ്രത്യേകിച്ചും മല്ലിപ്പൊടി ചേർക്കുന്ന റെസിപ്പീസിൽ പൊടി നന്നായിട്ട് വഴന്ന് അതിൻ്റെ ആ ഒരു റോ സ്മെല്ല് അല്ലെങ്കിൽ റോ ടേസ്റ്റ് മാറിയിട്ടില്ലെങ്കിൽ ആ മല്ലിപ്പൊടിയുടെ ഒരു റോ ടേസ്റ്റ് നമ്മുടെ കറിയിൽ ഇങ്ങനെ മുഴച്ചു നിൽക്കും. അതൊരു അരുചിയായിരിക്കും. അതുകൊണ്ട് മല്ലിപ്പൊടി ചേർക്കുന്ന റെസിപ്പീസിൽ നന്നായിട്ട് വഴറ്റി നമ്മുടെ പൊടികളുടെ ആ ഒരു റോ സ്മെല്ലുണ്ട് അത് മാറുന്നവരെ നമ്മൾ നന്നായിട്ട് വഴറ്റി കൊടുക്കണം. മാക്സിമം ഒരു 2-3 മിനിറ്റ്. അതിനുള്ളിൽ നമ്മുടെ പൊടികളുടെ എല്ലാം ആ ഒരു റോ ടേസ്റ്റും സ്മെല്ലും ഒക്കെ മാറി കിട്ടും. നമുക്കിനി ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി ചേർക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് അത് അവോയ്ഡ് ചെയ്യാം. ഞാനിവിടെ ഒരു മീഡിയം സൈസ് തക്കാളി വളരെ പൊടിയായിട്ട് അരിഞ്ഞാണ് ചേർക്കുന്നത്. തക്കാളിയും കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി നമുക്കൊരു 2 മിനിറ്റ് അടച്ചു വെച്ചൊന്ന് കുക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ തക്കാളി ജസ്റ്റ് ഒന്ന് വെന്ത് നമ്മുടെ ഗ്രേവിയിലേക്ക് നന്നായിട്ടൊന്ന് ചേർന്ന് കിട്ടും. ഇതാ 2 മിനിറ്റ് കഴിയുമ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ ജസ്റ്റ് ഒന്ന് വഴന്നിട്ടുണ്ട്. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമ്മൾ കഴുകി നീറ്റാക്കി വെച്ചിരിക്കുന്ന താറാവ് ചേർത്ത് കൊടുക്കാം. ഇതൊരു 500 ഗ്രാം താറാവുണ്ട്. ഞാനിവിടെ ബ്രോയിലർ താറാവാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് കുക്കറിൻ്റെ ആവശ്യമില്ല. നമ്മൾ ഈ പാനിൽ വെച്ച് തന്നെ ഇളക്കി നമുക്കിത് വെന്ത് കിട്ടും. നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മുടെ ഗ്രേവി വെച്ചൊന്ന് പൊതിഞ്ഞെടുക്കാം. നമ്മുടെ ഗ്രേവിയിൽ നന്നായിട്ട് പൊതിഞ്ഞെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനിവിടെ ഒരു 3-4 കപ്പ് വരെ തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്. തേങ്ങയുടെ 1-ാം പാല് സെപ്പറേറ്റ് ചെയ്തിട്ടില്ല. 1ഉം 2ഉം 3ഉം പാല് ഒരുമിച്ച് അങ്ങ് ചേർക്കുകയാണ്. ഈ തേങ്ങാപ്പാലിൽ കിടന്നാണ് നമ്മുടെ ഡക്ക് റോസ്റ്റ് നല്ലപോലെ വെന്ത് കുറുകി വരേണ്ടത്. ഞാൻ ഇവിടെ ഒരു ഡ്രൈ ആയിട്ടുള്ളൊരു പരുവത്തിലാണ് ഈ കറി പ്രിപ്പയർ ചെയ്തെടുക്കുന്നത്.
അതുകൊണ്ടാണ് ഞാൻ 1-ാം പാലും 2-ാം പാലും 3-ാം പാലും എല്ലാം ഒരുമിച്ചങ്ങ് ചേർത്തത്. കാരണം ഈ തേങ്ങാപ്പാലിൽ കിടന്ന് വേണം നമ്മുടെ താറാവ് നന്നായിട്ട് വെന്ത് അതിൻ്റെ ഗ്രേവി എല്ലാം നന്നായിട്ട് കുറുകി ഒരു ഡ്രൈ പരുവത്തിലേക്ക് വരാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്കൊരു ഗ്രേവി ടൈപ്പ് ഡക്ക് റോസ്റ്റ് ആണ് വേണ്ടതെങ്കിൽ തേങ്ങയുടെ 1-ാം പാല് നല്ല കട്ടിയുള്ള തിക്ക് പാലെടുത്ത് മാറ്റി വെച്ചിട്ട് 2-3 തേങ്ങാപ്പാൽ ഒരുമിച്ച് ചേർത്ത് താറാവ് നന്നായിട്ട് വെന്ത് കുറുകി കഴിയുമ്പോൾ 1-ാം പാല് ചേർത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പം നമുക്കൊരു ഗ്രേവി ടൈപ്പ് ഡക്ക് റോസ്റ്റ് കിട്ടും. ഞാനിവിടെ 3 പാലും ഒരുമിച്ച് അങ്ങോട്ട് ചേർത്തു, നന്നായിട്ട് മിക്സ് ചെയ്തു. ഇനി ഈ തേങ്ങാപ്പാലിൽ കിടന്നാണ് നമ്മുടെ താറാവ് വെന്ത് വരാൻ പോകുന്നത്. അങ്ങനെ വെന്ത് വരുമ്പോൾ നമ്മുടെ താറാവിന് ഒരു പ്രത്യേക രുചിയായിരിക്കും. ഈ സമയത്ത് നമുക്ക് നല്ല ഹൈ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് നല്ലൊരു തിള വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. നമ്മുടെ കറി ഇപ്പോൾ ചെറുതായിട്ട് തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. നന്നായിട്ടൊന്ന് തിളക്കട്ടെ. ഇതായിപ്പോൾ നല്ലൊരു തിള വന്നിട്ടുണ്ട്. നമുക്ക് ഇനി ഫ്ലെയിം തീരെ ചെറുതാക്കി ഇട്ടിട്ട് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. ഒരു 25-30 മിനിറ്റ് എടുക്കും. ഓരോ താറാവിൻ്റെയും വേവ് അനുസരിച്ച് കുറച്ചൊക്കെ ടൈം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വ്യത്യാസം വരും. ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ കറി ഒന്ന് തുറന്ന് മിക്സ് ചെയ്ത് കൊടുക്കാൻ മറക്കരുത്, കാരണം അല്ലെങ്കിൽ അടുക്കി പിടിക്കും. നമ്മുടെ ഡക്ക് റോസ്റ്റിലെ ഗ്രേവി എല്ലാം നന്നായിട്ടൊന്ന് വറ്റി കുറുകി അതിൻ്റെ ആ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. നമുക്കൊന്നുകൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം. നമുക്കിനി ഇതിലേക്ക് ഗരം മസാല ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഗരം മസാലയാണ് ചേർത്ത് കൊടുത്തത്. ഏതൊരു നോൺ വെജ് റെസിപ്പീസിനും കുറച്ചുകൂടി ടേസ്റ്റ് കൂടുതൽ തരുന്ന ഒരു മസാലയാണ് പെരുംജീരകം. പെരുംജീരകത്തിന്റെ പൊടിയാണ്. 1 ടീസ്പൂൺ പെരുംജീരകം പൊടിയും കൂടി ചേർക്കാം. നല്ലൊരു എരിവ് സ്പൈസി ഇഷ്ടമുള്ളവർക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഈ ഒരു സെമി ഗ്രേവി പരുവത്തിലാണ് വേണ്ടതെങ്കിൽ നമുക്ക് ഈ സമയം തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഞാൻ കുറച്ചുകൂടി ഒന്ന് ഡ്രൈ ആക്കുവാണ്. ഇപ്പം നമ്മുടെ ഡക്ക് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. എണ്ണയൊക്കെ സൈഡിൽ ഇങ്ങനെ തെളിഞ്ഞു വരുന്നുണ്ട്. നല്ലപോലെ ഡ്രൈ ആയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ്. ചപ്പാത്തിയുടെയും ചോറിൻ്റെ ഒക്കെ കൂടെ നല്ല സൂപ്പർ കോമ്പിനേഷനാണ്. ഇതുവരെ ഡക്ക് റോസ്റ്റ് ഇങ്ങനെ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും. തയ്യാറാക്കി നോക്കി ഇഷ്ടമായാൽ ഡക്ക് റോസ്റ്റിൻ്റെ ഫോട്ടോസ് ഞങ്ങളുടെ ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. നിങ്ങൾക്ക് ഇഷ്ടമാകുന്ന ഒട്ടനവധി അടിപൊളി റെസിപ്പിയുമായി സ്ട്രോബെറി ചാനലിലൂടെ വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.